നിന്നിട്ട് എന്റെ നമ്മുടെ പ്രിയങ്കരനായ പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ കഥയത് ജീവിതം പാർട്ട് 3 എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ വന്ന് എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഈ പച്ചവീട്ടിൽ പ്രശ്നേഷ് വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം ഇത് കാണുക, അല്ലാത്തവർക്ക് ഒരുപക്ഷെ ഈ വിഷയം ചിലപ്പം അരോചകമായി തോന്നിയേക്കാം. അപ്പോൾ വിഷയം എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വിഷയം ഒന്ന് ചുരുക്കി പറയാം. പച്ചവീട്ടിൽ പ്രശ്നേഷ് അഥവാ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലെ പ്രിയങ്കരനായ രോഹിത് എന്ന് പറയുന്ന പയ്യനുണ്ടായിരുന്നു. ഈ പയ്യൻ നെഗറ്റീവുകൾ കൊണ്ട് അമ്മാനമാടി ലാസ്റ്റ് നെഗറ്റീവ് ആപ്പ് എവിടെ തിരിയണമെന്ന് അറിയാതെ സ്വന്തം തിരികൊണ്ട് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്ന് മില്യൻസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുഹൃത്തുക്കളെ. പുള്ളിക്കാരൻ ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വന്നിട്ട് അമ്മയും അനിയത്തിയും കൂടെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ കുറെ കാരണങ്ങൾ പറഞ്ഞു. അവരെ അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ വീഡിയോ വന്നു. അപ്പോൾ ഈ മകളെ അല്ലെങ്കിൽ സ്വന്തം അനിയത്തി അവഹേളിച്ചതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇവള് പണിയൊന്നും ചെയ്യാതെ കണ്ട ചെറുക്കന്മാരുമായിട്ട് ഫോണും വിളിച്ചിട്ട് ഇവിടെ ഒരു അഫയർ ഉണ്ടാക്കും, അവിടെ ഒരു അഫയർ ഉണ്ടാക്കും, എന്നിട്ട് ഈ അഫയറിനെ പൊട്ടിക്കും, ആ അഫയറോട് ചേരും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു മകൻ ഒരിക്കലും ഒരു അമ്മയോട് പറയാൻ പാടില്ലാത്ത സാധനം നമ്മൾ പച്ചവീട്ടിൽ പ്രശ്നം പറഞ്ഞു. അതായത് എൻ്റെ അമ്മയ്ക്ക് ഒരു നല്ല ദാമ്പത്യ ജീവിതം കിട്ടാത്തതുകൊണ്ട് എന്നോടുള്ള അസൂയല്ലേ എന്നൊരു മോൻ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ചാപ്പ നോക്കി വരണം, പൊട്ടിക്കേണ്ട സാധനമാണ് അവനവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അമ്മയും അനിയത്തി ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ കഥയിൽ ജീവിതം പാർട്ട് 3 പച്ചവീട്ടിൽ പ്രശ്നേഷ് വിഷയത്തിൽ ഇത്തവണ പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ അമ്മയും സഹോദരിയും വന്നിട്ട് സംസാരിക്കുന്ന അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും? എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ട? ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവൻ നേരത്തെ, അതായത് കാലാകാലങ്ങളായിട്ട് ഈ നാട്ടിലുള്ളവന്മാർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണോ ഈ ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് മനസ്സിലാക്കിയിട്ട് പച്ചാന്ന് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്ന് പറയുന്നത്. കുപ്പി എടുത്ത് കഴുകിയിട്ട് അകത്തുനിന്ന് കുടിക്കുന്നു, പഴം എടുത്ത് കഴുകിയിട്ട് തിന്നുന്നു. എന്തൊക്കെയാണ് പുള്ളിക്കാരൻ കാണിച്ചുകൊണ്ടിരുന്നത്? സാമ്പാർ എടുത്ത് മണത്തിട്ട് അതിനകത്ത് ചേരുവകൾ പറയുന്നു, ചേരുവകൾ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച ഒരു മകനാണ് ഈ പുള്ളിക്കാരൻ. ശരിക്കും ഒരു ഏലിയൻ ആണോ എന്ന് വരെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു സഹോദരിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത സാധനങ്ങൾ, അതാണെങ്കിൽ പോലും പറയാൻ പാടില്ലാത്ത സാധനങ്ങൾ പുള്ളിക്കാരന്റെ വായിൽ നിന്ന് മൊഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും ഒരു അമ്മയോട് ഒരു മകൻ പറയാൻ പാടില്ലാത്ത സാധനങ്ങൾ മൊഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ എല്ലാത്തിനും ക്രെഡിറ്റ് ഗോസ് ടു പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ ഭാര്യ. ഓക്കെ, അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ അനിയത്തി എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിലടക്കം നിങ്ങളെ കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലുന്നു. എന്തായിരുന്നു റീസൺ? എന്താണ് ശരിക്കും പറഞ്ഞത്? സംഭവം പറഞ്ഞ അവന് പൈസ വേണം. അതായത് ഭാര്യയോടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. വെളിയിൽ എന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോകാനല്ല കേട്ടോ. ഈ വെളിയിൽ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പാറിപ്പറന്ന് പോകാനായിട്ട് പച്ചവീട്ടിൽ പ്രശ്നേഷിന് പൈസ വേണം. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളുടെ തുടക്ക വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഇവരുടെ ഈ വഴക്ക്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, അതായത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പ്രധാനമായിട്ട് ഇവരുടെ വീഡിയോക്ക് ഒരു കാരണമേ ഉള്ളൂ. ഒന്ന്, ഇവർ ശരിക്കും ഇങ്ങനൊരു വഴക്കാണെങ്കിൽ ആ വഴക്കിന്റെ പിന്നിലെ കാരണം പൈസ ഉണ്ടാക്കുക, അണ്ണന് വെളിയിൽ പോവുക, അണ്ണനെ സെറ്റാകുക. ഇനി ഇതൊരു നാടകമാണെന്നുണ്ടെങ്കിൽ, ഇത് ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക, സെറ്റ് ആകുക. രണ്ടിന്റെയും മൂല കാരണം എന്ന് പറയുന്നത് ദമ്പടി തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം, ഈ പച്ചവീട്ടിൽ പ്രശ്നേഷ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ട വീഡിയോയുടെ താഴെ പുള്ളിക്കാരൻ, യൂട്യൂബിലല്ല ഫേസ്ബുക്കിലൊക്കെ ഇട്ട വീഡിയോയുടെ താഴെ പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്ന ഹാഷ്ടാഗുകൾ കണ്ടു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ച് ഹാഷ്ടാഗ് വെച്ചിട്ട് വീട്ടിലെ വഴക്കിന്റെ കാര്യം ചർച്ച ചെയ്തൊരു മഹത് വ്യക്തിത്വമാണ് ഈ പച്ചവീട്ടിൽ പ്രശ്നേഷ്. അതോടൊപ്പം തന്നെ സ്വന്തം അച്ഛൻ്റെ അഭിഹിതം BGM കയറ്റി പറഞ്ഞ ഒരു മാസ്മരി വ്യക്തിത്വമാണ് നമ്മുടെ ഈ പച്ചവീട്ടിൽ പ്രശ്നേഷ്. പുള്ളിക്കാരന് റീച്ചാണ് മുഖ്യം. ബിയിലെ പുള്ളിക്കാരന് കുറെ കാശ് ഉണ്ടാക്കണം. പുള്ളിക്കാരൻ എന്നിട്ട് 1 വീതം 3 പേരെ കണക്ക് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഇത്ര അധ്വാനിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പൊ 10 ലക്ഷം രൂപ ആയിരുന്നു. 10 ലക്ഷം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ആ 10 ലക്ഷം രൂപ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതിൽ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സുഹൃത്തുക്കളെ. അതിൽ എന്റെ കൂടുതൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ എന്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ റോഷന്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. എങ്ങനെ തുടങ്ങുന്നത്? വിഷയം തുടങ്ങുന്നത്? ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞത്, എൻ്റെ പൊന്നും പച്ചവീട്ടിൽ പ്രശ്നം, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒരു റീൽ ഇടുക. ഞാൻ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേഷൻ നിർത്തിയിട്ട് വിദേശത്തേക്ക് പോകാനായിട്ട് എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, 2.5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ വെറുപ്പീര് റീലുകൾ ഇഷ്ടമില്ലാത്ത മഹത് വ്യക്തികൾ താങ്കളുടെ അക്കൗണ്ടിലേക്ക് പണം മഴയായി ചൊരിഞ്ഞു തന്നേനെ എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ തരത്തില്ല കേട്ടോ, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ സൂപ്പറാണ്.
വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവിൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു പറ്റത്തില്ല, അത് അവളുടെ ആണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആശാൻ ഒന്ന് കൺവിൻസിങ് സ്റ്റാർ ആകാൻ നോക്കിയത്, അപ്പൊ നീർമഴ പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അത് സംഭവം സെറ്റായില്ല. അതായത് പുള്ളിക്കാരന്റെ നോട്ടം ഗോൾഡിലും ക്യാഷിലും തന്നെയാണ്. പുള്ളിക്കാരന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാസ്, പണ്ണോ, ദുട്ടു, മണി അത് മാത്രമാണ് അണ്ണന്റെ ലക്ഷ്യം. ഇത് കാലാകാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, മണി മേക്കിംഗ് ഈസ് മൈ അഡിക്ഷൻ എന്ന് എന്റെ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് അത്ര ഇടം വരെ പോയി എന്ന് കണ്ടിട്ട് കേട്ടോ, താല്പര്യമില്ലാത്ത ഇത് വാക്കിയാൻ പോകും. ശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി. ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു, എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞ് എടുത്തിട്ട് വിട്ടാൽ നശിപ്പിച്ചാൽ കൊണ്ട് തന്നത്. അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 3-നാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ്, അതായത് വീടിൻ്റെ പണയക്കരാറ് രോഹിത്തിൻ്റെ പേരിലാണ്, അപ്പോൾ അത് ഇവൻ്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളൂ. അതിൽ 2.5 ലക്ഷം രൂപയാണ് രോഹിത്തിൻ്റെ, അത് ബാക്കി അമ്മയുടേതാണ്. അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട്. ആ 2.5 ലക്ഷത്തിന് അവൻ കാർ എടുത്തപ്പം എൻ്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്നും പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതിനകത്ത് മാത്തമാറ്റിക്സ് ശരിയല്ല. അതായത് 7 ലക്ഷമാണ് ഇവരുടെ വീടിന്റെ പണം, അതിൽ 5 ലക്ഷം രൂപ അമ്മയുടെയാണ്. 2.5 ലക്ഷം രൂപയുടെ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ ഉള്ളൂ. ആ 2.5 ലക്ഷം രൂപ ഇപ്പോൾ നമുക്ക് വേണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സ്വർണം വിൽക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്വർണത്തിന്റെ കേസും കാറിന്റെ കേസും പറയുന്നത് നമുക്ക് മനസ്സിലായില്ല. ഇനി ആ സ്വർണം തന്നെ എടുത്തിട്ടാണോ കാർ എടുത്തതൊന്നും എനിക്ക് പിടികിട്ടിയില്ല. എന്നിരുന്നാലും അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ, പ്രശ്നേഷിന്റെ സാമ്പത്തികത്തോടുള്ള അതിയായ സ്നേഹം, അദ്ദേഹത്തിന്റെ മണി മേക്കിംഗ് ഈസ് മൈ ഓൾ ഇൻ ഓൾ, ഒരു അഴകുരാജ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ 2.5 ലക്ഷം രൂപ സ്വർണത്തിന് വിറ്റിപ്പ് എടുക്കുന്നു. പുള്ളിക്കാരനും ഭാര്യയും വിദേശത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ആ മാതാവും ഈ സഹോദരി ആ വീട് ഒഴിയുമ്പോഴത്തേനും കരാർ എഴുതി വെച്ചിരിക്കുന്ന അണ്ണന്റെ പേരിലാണ്. 2.5 ലക്ഷം രൂപ ഇട്ടുള്ളൂ, 5 ലക്ഷം രൂപ അമ്മയാണ് ഇട്ടത്, പക്ഷെ 2.5 ലക്ഷം രൂപ ഇട്ട അണ്ണന്റെ പേരിലാണ് കരാർ എഴുതിയിരിക്കുന്നത്. വീട് ഒഴിയുമ്പോൾ ഹൗസ് ഓണർ ആരുടെ അക്കൗണ്ടിൽ പൈസ കൊടുക്കും? അണ്ണന്റെ അക്കൗണ്ടിൽ കൊടുക്കും. ബാക്കി 5 ലക്ഷം രൂപ ആടാം വേള എന്ന് പറയാനേ അണ്ണൻ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ ഈ കേട്ട ഒരു നിലവാരം വെച്ചിട്ട്. അപ്പൊ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവന്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത്. ഞാൻ കുറെ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആണോ? പാർട്ട്ണർ ആയിരുന്നു. ഈ പ്രശ്നത്തിന് ശേഷം, അതായത് ഈ 3-ാം തീയതി എന്നെ ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാണല്ലോ അവനെ നാട്ടുകാർ പ്രശ്നേഷ് എന്ന് വിളിക്കുന്നത്. ഈ പുള്ളിക്കാരൻ പ്രശ്നേഷ് ആണെന്ന് ഈ ലോകത്തിൽ തിരിച്ചറിയാത്ത നിങ്ങൾ രണ്ടുപേരായിരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടും തിരിച്ചറിഞ്ഞു. ഇനി ആ പ്രശ്നേഷിന്റെ കൂടെയുള്ള പ്രശ്നകുമാരി തിരിച്ചറിയുമെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. പിന്നെ അവർ രണ്ടും ഒരേ വൈബ് ആയതുകൊണ്ട് അവരങ്ങ് ചേർന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഇട്ട് രണ്ടും കൂടെ സെറ്റ് ആയിക്കോളും. അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റിയെടുക്കണമെങ്കിലും വിറ്റതിന്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവന്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവന്റെ വൈഫിന്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തിരുന്ന 3000 രൂപ തിരിച്ചു തന്നു. പക്ഷെ ഡിവിഡൻഡ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ. കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞു. അത് ഞാൻ പണിയെടുത്ത പൈസയാണ് കേട്ടോ. കാരണം ഫെബ്രുവരി 5-നാണ് തന്നത്, ഏപ്രിൽ 3-നാണ് എന്നെ ഉപദ്രവിച്ചതും. ഞാൻ അതായത് ആ സാധനവും പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നത് മൊത്തത്തിൽ അരന്ന് കുറഞ്ഞൊരു മാത്തമാറ്റിക്സ് കേസാണ് ഈ സാധനം. ഇതിന്റെ യഥാർത്ഥ കണക്ക് ഇവർക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പുള്ളിക്കാര് സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നതാണ് സത്യം, നിങ്ങൾ പറയുന്നതാണ് ശരി. അപ്പോൾ 2 ശരികൾ തീരുമ്പോഴത്തേനും അത് +× +- -, അങ്ങനെ വരും. അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഏതായാലും നമ്മുടെ പച്ചവീട്ടിൽ വെച്ചിട്ട് പ്രശ്നകുമാരിയുടെ അടുത്ത് നിന്നിട്ടാണോ അല്ലയോ എന്നറിയത്തില്ല, ഈ പറയുന്ന പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ സഹോദരിയോട് ഒന്ന് ചൂടാതെ നമുക്ക് കാണാം. അണ്ണന്റെ ഫയർ പച്ചവീട്ടിൽ പ്രശ്നേഷിന്റെ ഫയർ എന്നാണ്. പണിയെടുത്തതിന് മാത്രം പൈസ ഷെയർ ഉണ്ട്. 10 രൂപ ഡിവിഡൻഡ് തന്നിട്ടില്ല. നീ എന്തോരം കണക്ക് ഇവന്റെ ചാനലിൽ വന്നിരുന്ന് തിന്നതിന് ഞാൻ കണക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ മുമ്പത്തെ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പോ തിന്നതിന്റെ കണക്ക് പറയുന്ന സാധനമാണ് നമ്മളിത് കാണുന്നത്. ഇതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് കള്ളമാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പുള്ളിക്കാരന്റെ സഹോദരിക്ക് നമ്മൾ 1 മാർക്ക് കൊടുക്കുന്നു. KFC മട്ടനും ഒന്നും തിന്നതിന്റെ കണക്കല്ല കേട്ടോ, അത് വേറെന്തോ കണക്കാ. ഇത് മാത്രമല്ല, ഈ പ്രശ്നേഷ് പുള്ളിക്കാരനെ അടിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിക്കുന്നതാണോ പറഞ്ഞിട്ട് കയറുന്നൊക്കെ കാണിക്കുന്നുണ്ടോ, അത് ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് അടിച്ചുവിട്ടപ്പോഴേക്കും നമുക്ക് പ്രശ്നേഷിന്റെ അമ്മയ്ക്കും അനിയത്തിക്കും പറയാനുള്ള ബാക്കി കേൾക്കാം. ഉപദ്രവിച്ചിട്ടുണ്ട്.
ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ആളാ. പുള്ളിക്കാരിക്ക് അറിയാമെന്നേ, പുള്ളിക്കാരിക്ക് സാമൂഹ്യ ബോധമുണ്ട്. എപ്പോഴാണ് നമ്മൾ തടയിടേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവും. ഇത് ഇവർ രണ്ടും കൂടെ കളിച്ച പ്ലാന്റ് മൂവ് ആണോ ഒന്നും നമുക്കറിയത്തില്ല. ഏതാ പ്രശ്നേഷും പ്രശ്നവുമായും കൂടെ ഒന്നും നമുക്കറിയത്തില്ല. ഏതായാലും പുള്ളിക്കാരുടെ മുടിക്ക് കുത്തിന് പിടിച്ചു 4 അടി ചെവിക്കല്ലും ഒക്കെ അടിച്ചു എന്ന് പറയുന്നു. പക്ഷെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് 4 അടി അടിച്ചു കഴിഞ്ഞാൽ പാടെങ്കിലും കാണേണ്ടതെന്ന്. ഇതിനകത്ത് നമ്മളൊരു കറി ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുക, ഒത്തിരി മസാല ആരെങ്കിലും ഒക്കെ കൂടുതലിടും. ആരിട്ടാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ആരിട്ടതെന്ന് കണ്ടുപിടിക്കാൻ നമുക്കും പറ്റുന്നില്ല. അത് ഫോർച്യൂണർ വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. ബാക്കി പറഞ്ഞോളെ. അപ്പൊ അവൻ പറഞ്ഞു അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇറങ്ങിയപ്പോ എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന്. അപ്പൊ ആൾക്കാരെ ഒന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു. എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു. അവരുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ എനിക്ക് കഴിക്കാൻ തന്നെ എന്റെ കണക്കും ഇവന് വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ ഈ മാസം 12-ാം തീയതി തിങ്കളാഴ്ച വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. 12 മണിക്കാണ് ചേട്ടാ വന്നത്. അന്ന് ഏപ്രിൽ 3-ന് പോയിട്ട് ഏപ്രിൽ 3-ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് 6-ാം തീയതി വീട്ടിൽ നിന്ന് പോയതാ. അതിനുശേഷം ഈ 12-ാം തീയതി രാത്രി 12 മണിക്ക് വന്ന് പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കയറി. എന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ. ഇതിനകത്ത് പ്രശ്നേഷന്റെ സൈഡിൽ എന്ന് പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടുടനെ അവർ കടകടച്ചു, ലോക്കിടുന്ന സത്തം ഞാൻ കേട്ടു. ഞാൻ കുറെ ടക്കെന്ന് തട്ടി, ഇവരാരും വന്നില്ല. ഞാൻ പിന്നെ ടക്കെന്ന് ഇവരെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി തട്ടന്ന് തട്ടി. ആ സമയത്ത് ഇവർ ഇറങ്ങി വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പ്രശ്നേഷന്റെ സൈഡിൽ നിന്നുള്ള സാധനം. ഇതിപ്പോ ശരിക്കും അപ്പൊ പ്രശ്നേഷ് അവിടെ വന്നിട്ടുണ്ട്. വന്ന സമയത്ത് കഥയൊക്കെ പൂട്ടിക്കിടക്കുമായിരുന്നു. പ്രശ്നേഷ് ചാടി അകത്ത് കിടന്നിട്ടുണ്ട്. പ്രശ്നേഷ് മുട്ടിയിട്ടുണ്ട്. അതൊരു പ്രശ്നമായിട്ടുണ്ട്. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് അറിയത്തില്ല. പ്രശ്നേഷ് പറയുന്നത് എന്റെ പണിസാധനങ്ങൾ എടുക്കാൻ ഞാൻ വന്നതാണ്. ഈ വീട്ടുകാർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് നമുക്ക് അതെന്താണെന്ന് അറിയില്ല. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ കുറെ നാളായിട്ട് അവിടെ ഇപ്പൊ താമസിക്കുക. ഒരു മാസത്തോടെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക. ജനലും അതിലൊക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്ന കണക്കാ പ്രശ്നം ഉണ്ടാക്കിയ. അപ്പൊ ആ വീട്ടിൽ നിങ്ങളെ ഇറക്കി വിടും. അവന്റെ പ്രശ്നം തരും. അവന് 7 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിട്ടും. ഇനി ഈ അണ്ണൻ രാത്രി 12 മണിക്ക് വന്നുണ്ടാക്കിയ ബഹളം നമുക്കൊന്ന് കേൾക്കാം. ബാക്കി എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇവർ ചെറുതായിട്ട് ഡോക്യുമെന്റ് ചെയ്ത സാധനങ്ങൾ നമുക്കൊന്ന് കാണാം. ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാവരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങൾ വീഡിയോ എടുക്കുമല്ലോ, എന്താ എടുത്താ കുഴപ്പമെന്താ കാണിക്കണ്ടേ? എന്താ വീഡിയോ എടുത്താ രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വിടാ. എന്ത് നിങ്ങൾ എന്താ റോഷൻ എന്തെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ പുള്ളിക്കാരി കുറച്ച് ഡീസെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ വാദത്തിനോട് ഞാൻ മன்னிച്ചു, മാപ്പ് ചോദിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ്. ഇത് മാരാറുടെ തട്ട് എവിടെ താഴുമെന്ന് നമുക്കറിയത്തില്ല. അത്രയ്ക്ക് നല്ല തട്ടാണ് ഇവരുടെ അല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം ഈ അനിയത്തി, അതായത് പച്ചവീട്ടിൽ പ്രശ്നേഷന്റെ അനിയത്തി വിവാഹിതയല്ല. ഇപ്പൊ ഈ പുള്ളിക്കാരിക്ക് ഒരു വിവാഹം വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോഴോ ഈ സഹോദരൻ പറഞ്ഞ മ്യാസ്മരികമായ വാക്കുകൾ അവൾ കണ്ടവന്മാരോടെല്ലാം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു അഫയർ, അതിനെ വിട്ടിട്ട് ഇവിടെ ഒരു അഫയർ, അതിനെ വിട്ടിട്ട് അവിടെ ഇങ്ങനെയൊക്കെയാണ് സ്വന്തം അനിയത്തെക്കുറിച്ച് പറഞ്ഞത്. സ്വന്തം അമ്മയോട് അവൻ പറഞ്ഞത് അമ്മയ്ക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടാത്തതിലുള്ള കണ്ണുകൂടിയല്ലേ അമ്മ എന്നാണ് അമ്മയോട് പറഞ്ഞത്. അത്രയ്ക്കും നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ഈ പ്രശ്നേഷും. പ്രശ്നേഷിന് വളർത്തിയ അമ്മയ്ക്ക് ഇത് തന്നെ കിട്ടണം. പ്രശ്നേഷ് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ തലമൂത്ത ഏതോ ഒരു ആശാനെ ഇറക്കി വിട്ടു. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ദൈവം കർമ്മ ഈസ് ദി ബൂമറാങ് എന്ന് പറയുന്നത് തിരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിന്റെ പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ആ വഴിക്ക് വിടാം. ഏതെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മഹത്തരമായ ജനങ്ങളെ കണ്ടുപിടിക്കുമോ. മറ്റൊരു ആയിട്ടാണ് പറയാം.